കൊടുങ്ങല്ലൂരിൽ 3 മാസം പ്രായമുള്ള ഗർഭസ്ഥ ശിശുവിന്റെ മൃതദേഹം ഫ്രിഡ്ജിൽ നിന്ന് കണ്ടെത്തിയ സംഭവത്തിൽ ദമ്പതികളായ അഭിഷേക്, അപർണ എന്നിവരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യും. 3 മാസം ഗർഭിണിയായിരുന്ന താൻ കടുത്ത വയറുവേദനയെ തുടർന്ന് മാസം തികയാതെ പ്രസവിക്കുകയായിരുന്നുവെന്നാണ് യുവതിയുടെ മൊഴി. വിവരങ്ങളുമായി ഇപ്പോൾ സാരംഗ് ചേരുകയാണ്. സാരംഗ്, ഈ മൊഴി പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടുണ്ടോ? പോലീസിന്റെ സംശയങ്ങൾ ഈ വിഷയത്തിൽ എന്തൊക്കെയാണ്? മനു, ഈ യുവതിയുടെ മൊഴി എന്തായാലും പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. കാരണം ഇന്നലെ വൈകിട്ടാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. വൈകിട്ട് 5 മണിയോടുകൂടിയാണ് കൊടുങ്ങല്ലൂർ ചാത്തേടത്ത് ഒരു ഫ്ലാറ്റിൽ ദമ്പതികളായിട്ടുള്ള 2 യുവാക്കളുടെ വീട്ടിൽ നിന്ന് അവരുടെ ഫ്രിഡ്ജിൽ നിന്ന് ഇത്തരത്തിൽ 3 മാസം പ്രായമുള്ള ഗർഭസ്ഥ ശിശുവിൻ്റെ മൃതദേഹം ലഭിക്കുന്നത്. ആ സമയത്ത് പെൺകുട്ടി നൽകിയ മൊഴി താൻ 3 മാസം ഗർഭിണിയായിരുന്നു എന്നും അതോടൊപ്പം തന്നെ മാസം തികയാതെ പ്രസവം നടന്നു. നേഴ്സിംഗ് പഠിച്ചിട്ടുള്ള താൻ ഗർഭസ്ഥ ശിശുവിനെ വേർപെടുത്തുകയും തുടർന്ന് മൃതദേഹം കളയാനായിട്ട് മറ്റു മാർഗങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് അത്തരത്തിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചത് എന്നാണ് യുവതി ഇന്നലെ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ മൊഴി പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. എന്തായാലും 2 പേരെയും വിശദമായിട്ട് ചോദ്യം ചെയ്യും. അഭിഷേക്, അപർണ ദമ്പതികളുടെ 3 മാസം പ്രായമുള്ള കുഞ്ഞിനെയാണ് ഇന്ന് കണ്ടെത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ന് വിശദമായ ഒരു പരിശോധനയിലേക്ക് പോലീസ് കടക്കുകയാണ്. അത് പ്രധാനമായും ഇന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അവർ നഴ്സ് കൂടിയാണല്ലോ. സ്വാഭാവികമായിട്ടും അവർക്ക് ഈ പറയുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവർക്കൊരു ഹോസ്പിറ്റലിൽ കാണിച്ച് അതിൻ്റെതായ വഴിക്ക് ഈ പ്രശ്നം കൈകാര്യം ചെയ്യാമായിരുന്നു. പക്ഷെ അതൊന്നുമില്ലാതെ ഇതെങ്ങനെ പ്രസവിച്ച് വീട്ടിൽ സൂക്ഷിച്ചു എന്നതാണല്ലോ ഇതിന്റെ വലിയ വിഷയമെന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ ആ മൊഴിയിൽ തന്നെ പ്രശ്നമുണ്ട് സാരംഗ്. തീർച്ചയായും മനു, അങ്ങനെ തന്നെയാണ്. നേഴ്സിംഗ് പഠിച്ചിട്ടുള്ള ഒരു ആളുകൂടിയാണ് ആ അപർണ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ശക്തമായിട്ടുള്ള വയറുവേദന ഉണ്ടായാൽ തന്നെ അതിന് വേണ്ട ആധികാരികമായിട്ടുള്ള രീതിയിൽ ആശുപത്രിയിൽ പോകുക, വേണ്ട പരിശോധനകൾ നടത്തുക. എന്നാൽ അതൊന്നും ചെയ്യാതെയാണ് ഇത്തരത്തിൽ സ്വയം ഈ പ്രസവം എടുത്തു എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ കുട്ടിയെ, ഈ ഗർഭസ്ഥ ശിശുവിനെ കളയാനായിട്ട് മറ്റു മാർഗങ്ങളില്ലാത്തതോടുകൂടി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വയ്ക്കുക എന്നുള്ളതൊക്കെ വളരെ അപൂർവമായി മാത്രം, അല്ലെങ്കിൽ വളരെ വിചിത്രമായി മാത്രം കേട്ടുകേൾവിയുള്ള വാർത്തകളാണ്. എന്തായാലും പോലീസ് ഈ മൊഴിയൊന്നും തന്നെ വിശ്വാസത്തിൽ എടുത്തിട്ടില്ല എന്നുള്ളത് തീർച്ചയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് പോലീസ് വീണ്ടും വിശദമായിട്ടുള്ള ഒരു പരിശോധനയിലേക്ക് കടക്കുന്നത്. യുവതിയെ ഇന്ന് വൈദ്യപരിശോധനയ്ക്ക് വിധേയമാകും. അതുപോലെ തന്നെ വിശദമായിട്ടുള്ള മൊഴിയെടുക്കും. 2 പേരെയും ദമ്പതികളായിട്ടുള്ള 2 പേരെയും, അഭിഷേകിനെയും അപർണയെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വൈരുദ്ധ്യം, 2 പേരുടെയും മൊഴികളിൽ ഏതെങ്കിലും തരത്തിലുള്ള വൈരുദ്ധ്യം കൂടി ഉണ്ടോ എന്നുള്ള കാര്യം കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും വളരെ വിചിത്രമായൊരു സംഭവമാണ്, അതുപോലെ തന്നെ ദാരുണമായൊരു സംഭവമാണ്. എന്താണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. പോലീസ് എന്തായാലും വലിയ രീതിയിൽ തന്നെ വിശദമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്. വൈദ്യപരിശോധന ഇന്ന് പൂർത്തിയാകും. അതിനുശേഷം ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ തുടർന്നുള്ള നടപടികളും സ്വീകരിക്കുമെന്ന് തന്നെയാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. മനു.